അതായത് കാര്യം വേറൊന്നുമല്ല, ഞാൻ ചൂടായിട്ട് സംസാരിക്കുക എല്ലാം തെറ്റിദ്ധരിക്കരുത്, അല്ല തെറ്റിദ്ധരിക്കണം. എന്താ വെച്ചാൽ ചൂടായിട്ട് സംസാരിക്കുക എന്നൊരു തെറ്റിദ്ധാരണ വന്നത് തിരുത്തണം. ചൂടായിട്ട് സംസാരിക്കുക അല്ല, സ്നേഹം കൊണ്ട് പറയുകയാണ്. അതായത് വന്നോണ്ട് ഞാൻ ഇങ്ങോട്ട് ഇപ്പോൾ തന്നെ ന്യൂസിൽ കണ്ടു, പിന്നെ അത് ആരെയും വരാൻ പറഞ്ഞതെന്ന് ചോദിച്ചു. അത് ചൂടായിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞ് ഉണ്ടാക്കി തീർത്തു. അല്ല, മനസ്സിന് വിഷമായി, അത്രയേ ഉള്ളൂ, കാര്യമൊന്നുമില്ല. ചൂടായതൊന്നുമല്ല, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ തീർച്ചയായിട്ടും അനുസരിക്കുകയും ചെയ്യും. അത് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നു വേണ്ട. ഏതായാലും ഇപ്പോൾ കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് എന്നെ ഒരു ഡോക്ടർ വിളിച്ചിട്ട് ഇങ്ങനെ സുരേഷ് ഗോപി വരും, ഒന്ന് അനുഗ്രഹിക്കണം, ആശാന് പത്മഭൂഷൺ കിട്ടണ്ടേ, അപ്പോൾ ഒന്ന് അനുഗ്രഹിച്ച് വിടുമോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പത്മഭൂഷൺ കിട്ടാൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപി അനുഗ്രഹിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അങ്ങനെ സുരേഷ് ഗോപി അനുഗ്രഹിച്ചിട്ട് എനിക്ക് പത്മഭൂഷൺ കിട്ടും വേണ്ട. പത്മഭൂഷൺ കിട്ടണമെങ്കിൽ തന്നെങ്കിൽ വാങ്ങിക്കാം, അതല്ല കിട്ടാൻ ഭാവമില്ല, എനിക്കൊരൊറ്റ പരിഭവമില്ല, ദേഷ്യവുമില്ല, സങ്കടവുമില്ല. പക്ഷേ കിട്ടിയാൽ വേണ്ടാന്ന് ഞാൻ പറയില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ, ഈ പത്മഭൂഷൺ കിട്ടണ്ടേ അതിനെ അനുഗ്രഹിക്കൂ എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ എൻ്റെ മകൻ എൻ്റെക്കിന്ന് ഫോൺ വാങ്ങിച്ചിട്ട് അവനത് വിഷമായി ഈ പറഞ്ഞ വാക്ക്. എന്താ വെച്ചാൽ സുരേഷ് ഗോപി വരുന്നുണ്ട് പറഞ്ഞാൽ സന്തോഷമേ അവനുള്ളൂ. മകൻ എന്ന് പറഞ്ഞാൽ രഘുരാജാണ്. സുരേഷ് ഗോപി അതേ മോഹൻലാലും അതേ മമ്മൂട്ടി അതേ ആര് വരികയാലും അവന് വലിയ ബഹുമാനമുള്ള ആളാ ഈ കലാകാരന്മാരെയൊക്കെ. അപ്പോൾ സുരേഷ് ഗോപി വരുന്നുണ്ട് എന്ന് കേട്ടാൽ അതിന് സന്തോഷമേ ഉള്ളൂ. പക്ഷേ അപ്പം തന്നെ ഒരു കാര്യം പറഞ്ഞത്, സുരേഷ് ഗോപിയെ അനുഗ്രഹിക്കണം, അതിന് ആശാന് പത്മഭൂഷൺ കിട്ടണ്ടേ എന്നൊരു വാക്ക് അവനെ വല്ലാണ്ട് വിഷമിപ്പിച്ചു. അപ്പോൾ വിഷമിപ്പിച്ചപ്പോൾ എന്തുണ്ടായി എന്ന് വിചാരിച്ചാൽ അവൻ അങ്ങനെ ഇത് വാങ്ങിച്ചിട്ട് പിന്നെ ഞാനൊന്നും കേട്ടില്ല. പിന്നെ അവർ തമ്മിലാണ്, ഡോക്ടറും മറ്റേ മകനും, അതായത് രഘുരാജും കൂട്ടാണ് സംസാരിച്ചത്. അപ്പോൾ എന്താ രഘുരാജിൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറച്ചിൽ കേട്ടപ്പോൾ മാനസികമായിട്ട് വിഷമം വന്നിട്ടാണ് അവർ തമ്മിൽ സംസാരിച്ചത് എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ, അറിയില്ല, ഞാൻ കേട്ടില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് അവൻ അങ്ങനെ അത് പോസ്റ്റ് ഇട്ടപ്പോൾ അത് ഈ പലരും എന്നെ വിളിച്ചില്ല, ഇങ്ങനെ രഘു ഇങ്ങനെ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ അറിയാൻ സാധിച്ചു. അറിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാ അങ്ങനെയൊക്കെ എഴുതണത്, അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ വേഗം അത് പിൻവലിക്കുകയും ചെയ്തു, ഈ ന്യൂസ് കൊടുത്തുള്ളത് പിൻവലിക്കുകയും ചെയ്തു. കാര്യം ഇതാണ്. പക്ഷേ വേറൊരു കാര്യമുള്ളത്, പിന്നെ അതിൻ്റെ സ്വന്തം ഇത്രയും കേട്ടപ്പോൾ എനിക്ക് തോന്നി, ഞാനും സുരേഷ് ഗോപിയും കൂടിയുള്ള ബന്ധം ചിലരൊന്നുമല്ല, കുറച്ച് കൊല്ലങ്ങളായിട്ടേ ഉണ്ട്, മാസങ്ങളായിട്ടുമല്ല. അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങണതിൻ്റെ മുമ്പേ സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോഴുള്ള കാലം മുതലൊക്കെ ഞങ്ങൾ സുഹൃത്തുക്കളാണ്, അങ്ങേറ്റം ബന്ധുവാണ്, അങ്ങേറ്റം സ്നേഹബന്ധം നല്ലോണം പുലർത്തിക്കൊണ്ട് വരുന്ന ആൾക്കാരുമാണ്. പിന്നെ ഇപ്പോൾ അദ്ദേഹം ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിന് ഇപ്പോൾ എൻ്റെ അടുത്ത് വരാൻ ചോദിക്കണ്ടല്ലോ, ഒരാളോടും ചോദിക്കണ്ട. അപ്പോൾ അത് കാരണം ഞാൻ പറഞ്ഞു, ഇങ്ങനെ സുരേഷ് ഗോപിക്ക് എന്നെ കാണാൻ ഒട്ടും സംശയിക്കാതെ തന്നെ വരാം. അപ്പോൾ അത് ഈ സുരേഷ് ഗോപിയെ ആരൊക്കെയോ ചൂടാക്കിയതാണ് തോന്നുന്നുണ്ട്. ആരൊക്കെയോ സഹപ്രവർത്തകർ അല്ലെങ്കിൽ കൂടെ നടക്കുന്ന ആൾക്കാർ പറഞ്ഞ് ഈ പോസ്റ്റിലത്തെ കണ്ടിട്ടായിരിക്കും ചൂടാക്കിയതാണെന്ന് തോന്നുന്നു. അപ്പോൾ സുരേഷ് ഗോപി ഇങ്ങനൊരു വാക്ക് പറഞ്ഞു എന്ന് കേട്ടു. ആശാനെ ഞാൻ പോയിട്ട് എങ്ങനെയും കാണും, കണ്ടു കഴിഞ്ഞിട്ട് ഒരു മുണ്ട് പുതപ്പിക്കും, ആ മുണ്ട് പുതപ്പിച്ചാൽ അത് സ്വീകരിക്കില്ലെങ്കിൽ ഞാൻ ആ മുണ്ട് അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ നടക്കിൽ കൊണ്ടുപോയി വയ്ക്കും. ഇതൊന്നും അദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിക്കാൻ പാടില്ലായിരുന്നു. എന്താ കാരണം എന്ന് വെച്ചാൽ, ഈ സ്നേഹസമ്പന്നനായുള്ള സുരേഷ് ഗോപി, അദ്ദേഹം എപ്പോഴും ഞങ്ങൾ തമ്മിലുള്ള, ഞാനായിട്ട് ഇത്രയും അടുപ്പായിട്ടിരിക്കുമ്പോൾ ഞാൻ സ്വീകരിക്കുകയോ ഇല്ലയോ എന്നുള്ളത് അറിയേണ്ട കാര്യം തന്നെയല്ല, സ്വീകരിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പേ വന്നൊരു തരം ഉണ്ടായിട്ടുണ്ട്, അന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ്. അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇങ്ങനൊരു ദുഷ്പ്രചരണം ആൾക്കാർ സുരേഷ് ഗോപിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനൊരു വാക്ക് പറയേണ്ടി വന്നത്. അത് കേട്ടപ്പോൾ എനിക്കും വിഷമായി. എന്താ വെച്ചാൽ, എന്തിപ്പോൾ അദ്ദേഹം എന്നോട് വിളിച്ച് ചോദിച്ചിട്ട് മതിയായിരുന്നു ഇങ്ങനൊന്ന് പറയൽ എന്നുള്ളത്. അദ്ദേഹത്തിന് ഞാൻ ഈ അദ്ദേഹത്തിനായിട്ട് എന്തെങ്കിലും മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കത്തക്കവണ്ണം ഒന്നും ഇതുവരെ പ്രവർത്തിച്ചിട്ടുമില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹത്തിന് പ്രത്യേകം ക്ഷണിക്കുകയും ചെയ്തു. ക്ഷണിച്ചപ്പോൾ എങ്ങനെയായാലും വരണിട്ടോ പറഞ്ഞു. എനിക്ക് ഈ നടക്കാൻ വയ്യാത്ത കാരണം, ഗുരുവായൂർക്കാണ്, നടക്കാൻ തീരെ വയ്യാത്ത കാരണം കൊണ്ട് ഞാൻ പോയില്ല.
അപ്പോഴും സ്നേഹമാണെന്നർത്ഥം, അപ്പോഴും അതിനൊരിതില്ല. അപ്പോൾ ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് എന്നെ ഒന്ന് വിളിച്ച് ചോദിക്കാമായിരുന്നു എന്നൊരു സങ്കടം എനിക്കും തോന്നി. ആ സങ്കടം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടത്. അതായത് ഞാനും സുരേഷ് ഗോപിയും കൂട്ട് അങ്ങേറ്റ അടുപ്പാണ്. സുരേഷ് ഗോപിക്ക് എപ്പോഴും വീട്ടിൽ വരാൻ ആരോടും ചോദിക്കേണ്ട, അല്ലാണ്ട് തന്നെ വരാം. അതിന് എപ്പോഴും സ്വാഗതമേ ഉള്ളൂ. അത് എൻ്റെ മകനും അങ്ങേറ്റം പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. സുരേഷ് ഗോപിക്ക് എപ്പോൾ വേണമെങ്കിലും സ്വാഗതമാണ്. എൻ്റെ വീട്ടിലുള്ള ആൾക്കാരും അങ്ങേറ്റം സ്വാഗതമായിട്ടാണ് കണക്കാക്കിയിട്ട് തന്നെ വെച്ചിട്ടുള്ളത്. ഇതാണ് ഇപ്പോൾ അതിൻ്റെ പ്രധാന കാരണം എന്നർത്ഥം. കൊണ്ടുവരാൻ ഉണ്ടായിത്തീരാനുള്ള ചില കാരണം. സുരേഷ് ഗോപി പറഞ്ഞത് അങ്ങനെ ഒരു ആരെയും ഒരു ഏൽപ്പിച്ചിരുന്നില്ല. ഇല്ല, അതും പറഞ്ഞു. അല്ല, അത് ഞാൻ കണ്ടു, ഞാൻ പത്രത്തിൽ കണ്ടു, ആരെയും ഏൽപ്പിച്ചിരുന്നില്ലാന്ന്. അതെ, അങ്ങനെ ഏൽപ്പിക്കാതെ ഇപ്പോൾ ഈ ഡോക്ടർക്ക് അത് പറയേണ്ട ആവശ്യമില്ല. അത് സ്നേഹം കൊണ്ട് പറഞ്ഞതായിരിക്കാം. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഈ അവാർഡിൻ്റെ കാര്യം പറയേണ്ട ഒരു കാര്യമില്ല. എന്താ വെച്ചാൽ അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഒരു പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് തൃശ്ശൂർ ഇലക്ഷന് നിൽക്കുന്ന ആളുമാണ്. അപ്പോൾ ഈ അവാർഡ് കിട്ടണ്ടേ എന്നുള്ള വാക്ക് ചോദിക്കേണ്ടതില്ല. അതാണ് എൻ്റെ മകനും ആകെ ചൂടായത്. അതാണ് സുരേഷ് ഗോപിയോടുള്ള ഒട്ടും ഉള്ള വിരോധമോ മാനസിക വിഷമോ ഒന്നുമല്ല. ഈ ഡോക്ടർ പറഞ്ഞതിൻ്റെ മാനസിക വിഷമം കൊണ്ട് പിന്നെ വിളിച്ചിട്ടില്ല. ആ ഡോക്ടർ എന്നെ ഇതുവരെ സംസാരിച്ചുള്ളൂ. അവാർഡ് പത്മഭൂഷൺ കിട്ടണ്ടേ എന്നുവരെ ചോദിച്ചുള്ളൂ. അപ്പോഴേക്കും എൻ്റെ മകൻ ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങിച്ചു. ഇത് കേട്ടപ്പോഴേ ഞാൻ ഒന്നാമത് സംസാരിക്കുമ്പോൾ തന്നെ സ്പീക്കറിലിട്ടിട്ടേ സംസാരിക്കൂ. കാരണം എന്താ വെച്ചാൽ ചെവി കുറച്ച് പതുക്കുക, അത് കാരണം കൊണ്ട്. അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ അവൻ എൻ്റെ മൊബൈൽ വാങ്ങിച്ചു. എന്നിട്ട് അങ്ങനെ പിന്നെ അവർ തമ്മിലായി സംസാരം. അതാണ് പേരിക്ക് ചെല്ലുക. ഞാൻ സ്വതവേ ഡോക്ടർമാരുടെ പേര് ചോദിക്കാറില്ല. ഡോക്ടറെ എന്ന് വിളിക്കും, അല്ലാണ്ട് പേരെന്താ ചോദിക്കാറില്ല. അതെ, അതിപ്പോൾ അദ്ദേഹം അതൊന്നല്ല. ഞാൻ തൃശ്ശൂരുള്ള ഒരുപാട് ഡോക്ടർമാരായിട്ട് വലിയ അടുപ്പാണ്. ഇപ്പോൾ അടുത്ത ദിവസം തന്നെ ഒരു 2 മാസമൊക്കെ ആയിട്ടുള്ളൂ. നമ്മൾ ദയയിൽ കിടന്നു. അവിടെ കിടന്നിട്ട് അവിടുത്തെ 2-3 ഡോക്ടർമാരുണ്ടായിരുന്നു. അവരൊക്കെ ആയിട്ടും വലിയ അടുപ്പാണ്. പിന്നെ അതേപോലെ തന്നെ ശ്രീകുമാരൻ ഡോക്ടറെ പറഞ്ഞിട്ട് ഇവിടെ അവരൊക്കെ ആയിട്ട് വലിയ അടുപ്പാണ്. അല്ല, ഡോക്ടർമാർ കുറേ ആൾക്കാരായിട്ട് അടുപ്പാണ്. അതായത് ഒന്നാമത് കുറേ ഈ കളി കണ്ടുകൊണ്ടുള്ള സ്നേഹബന്ധമുണ്ട്. ഈ ആൾക്കാരെൻ്റെ ഈ വേഷം കണ്ടിട്ടേ അങ്ങനെയുള്ള സ്നേഹബന്ധമുണ്ട്. അപ്പോൾ അത് ഒക്കെ മുതലെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്ന് വേണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ അതുമല്ല, ഇനി വേറൊരു കാര്യം എന്താ വെച്ചാൽ സുരേഷ് ഗോപി പറഞ്ഞിട്ടാണെങ്കിൽ പോലും ഇദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം തിരിച്ചാ. പക്ഷേ പറഞ്ഞിട്ടാണെങ്കിൽ പോലും ഈ പത്മ അവാർഡിൻ്റെ കാര്യം, പത്മഭൂഷൻ്റെ കാര്യം പറയണ്ടായിരുന്നു. അതാണ് ഇതിനൊക്കെ ഒരു പ്രതിബദ്ധമായിട്ട് മാറിയിട്ടുള്ളത്. ഇത്രയുള്ള ഒരു കാര്യം. പക്ഷേ അനാവശ്യ വിവാദമായിട്ട് മാറി. അങ്ങനെയുണ്ടായത്. പക്ഷേ ഞാനൊരു ഭാഗവാക്കല്ല. ഞാൻ മകനാണ് ഭാഗവാക്കായത്. പക്ഷേ മകൻ ഇദ്ദേഹത്തിൻ്റെ ഈ വാക്കാണ് തകരാറാക്കിയത് മുഴുവൻ. പിന്നെ അവർ തമ്മിൽ സംസാരിച്ചത് എന്തൊക്കെയാണാവോ. ഏതായാലും ഫേസ്ബുക്കിലിട്ടത് അങ്ങേറ്റം ചില ആൾക്കാർ അത് വേണ്ടായിരുന്നു തോന്നി. അപ്പോൾ ഞാനും അത് പറഞ്ഞു, അതായത് വേണ്ടായിരുന്നു. അപ്പോൾ അത് പിൻവലിക്കുകയും ചെയ്തു. ഇതാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് മകനെ സംബന്ധിച്ച് മകൻ അങ്ങേറ്റം ഈ സുരേഷ് ഗോപി ഇവിടെ ഇതിൻ്റെ മുമ്പേ വന്നപ്പോൾ മകനുണ്ട് ഇവിടെ. അപ്പോൾ അങ്ങേറ്റം സ്നേഹമായിട്ട് പെരുമാറിയുള്ളതാണ്. അപ്പോൾ ഇത് അന്യോന്യം ഞങ്ങളെ തമ്മിൽ അതിന് ഈ സ്പർദ്ധ ഉണ്ടാക്കത്തക്ക വണ്ണം. ഒന്നാമത് ഞാൻ ആലത്തൂരിൻ്റെ വോട്ടറാണ്, ഇദ്ദേഹം തൃശ്ശൂരാണ്. അതിലും ഒരു ബന്ധവുമില്ല. ഇപ്പോൾ ആലത്തൂർ രാധാകൃഷ്ണനാണ് നിൽക്കുന്നത്. രാധാകൃഷ്ണൻ ഇവിടെ വന്നു. ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി അന്യോന്യം ഒരു ഷാള് പതിപ്പിച്ചു, ഇന്നെങ്കിലും പതിപ്പിച്ചു, അങ്ങോട്ടും പതിപ്പിച്ചു. ഒരു വീഡിയോ വേണമെന്ന് പറഞ്ഞു, വീഡിയോ കൊടുക്കുകയും ചെയ്തു. അതിപ്പോൾ ഒന്നാമത് ആലത്തൂരിൻ്റെ തട്ടകമാണ്. ആലത്തൂരിൻ്റെ തട്ടകം എന്നുള്ള നിലയ്ക്കും രാധാകൃഷ്ണൻ ഈ പറഞ്ഞ മാതിരി രാധാകൃഷ്ണനായിട്ട് ഞാൻ ഒരുപാട് കാലത്തെ ബന്ധമാണ്. എന്നുവെച്ചാൽ കലാമുണ്ടായിട്ടുള്ള ബന്ധമുണ്ട് രാധാകൃഷ്ണന്. ആ ചേലക്കരയാണല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സ്ഥിതിഗതികൾ. പക്ഷേ എന്തുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പത്രമാധ്യമങ്ങളും ഈ വക മാധ്യമങ്ങളും വേണ്ടാണ്ട് കുറേ കൂട്ടിച്ചേർത്തിട്ട്
ഞങ്ങളെ സ്പർദ്ധ പെരുമാറുന്നത് ഒഴിവാക്കുകയാണ് വേണ്ടത്. അത്രയും അക്കാര്യത്തിൽ പറയുള്ളൂ. സുരേഷ് ഗോപി നേരിട്ട് വന്ന് താങ്കളെ കണ്ട് അഭ്യർത്ഥിച്ചാൽ അദ്ദേഹത്തിന് ഒരു പിന്തുണ കൊടുക്കുമോ? അദ്ദേഹത്തിനോട് ഒരു വീഡിയോ അയ്യോ, ഈ എഴുത്ത് കണ്ടിട്ടോ അതൊന്നും വേണ്ട. അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ വേണ്ടെന്ന് ഒരാളും പറയില്ല. പോലെ അദ്ദേഹത്തിന് ഇനി ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു പിന്തുണയോ ചോദിച്ചാൽ കൊടുക്കുമോ എന്നാണ്. ഇല്ല, അത് അദ്ദേഹം തൃശ്ശൂർക്കാരനാണ്. അതായത് തൃശ്ശൂർ, ഞാൻ ആലത്തൂർ മണ്ഡല. അതിന് ഞാൻ കൊടുത്തിട്ട് കാര്യമില്ല, കൊടുക്കേണ്ട ആവശ്യമില്ല, കൊടുക്കൂല. അടുത്ത ബന്ധം എന്നുള്ളതിന് ഇലക്ഷനുകളല്ലാണ്ട് വേറെ കൊടുക്കാം. അതെ തന്നെ, ഞങ്ങൾ തമ്മിൽ വളരെ ബന്ധമുണ്ട്, സ്നേഹബന്ധമുണ്ട്. ഞങ്ങൾ തമ്മിൽ കലാകാരന്മാരാണ്. അദ്ദേഹത്തിന്റെ വേഷമാണ് സിനിമ ഞാൻ ധാരാളം കാണുന്ന ആളാണ്. ആയിരുന്നു, ഇനിയും ഇപ്പോഴും ഉണ്ടെങ്കിൽ കാണാറുമുണ്ട്. എന്നല്ലാതെ രാഷ്ട്രീയമായിട്ട് ഒരു അരക്ഷരം പറയാൻ തൃശ്ശൂരിലത്തെ രാഷ്ട്രീയക്കാരും വന്നാലും ഞാൻ പറയാൻ തയ്യാറില്ല. അതെന്നെ അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കണം കേട്ടോ, എനിക്കറിയില്ല. BJP-യുടെ ബന്ധം തിരിച്ചാണല്ലോ, അതല്ലേ സുരേഷ് ഗോപിയുടെ കാര്യം ഇങ്ങനെ പറയാൻ കാരണം. അപ്പോൾ അദ്ദേഹത്തിന് ബന്ധം BJP-യോട് ആയിരിക്കണം. ഏതിലും ആയിക്കോട്ടെ. ഞാൻ ഒന്നാമത് എന്നോട് സ്നേഹമുള്ള ആൾക്കാരായിട്ട് പെരുമാറുമ്പോൾ ഏതാ രാഷ്ട്രീയം ചോദിക്കാറില്ല. എന്നോട് ആരെങ്കിലും രാഷ്ട്രീയം ചോദിച്ചാൽ ഞാൻ രാഷ്ട്രീയക്കാരനല്ല. ഒരു രാഷ്ട്രീയത്തിലും എനിക്ക് ബന്ധമില്ല. പക്ഷേ രാഷ്ട്രീയക്കാരും അങ്ങേറ്റ സ്നേഹസമ്പന്നരായിട്ടുള്ള ആൾക്കാർ, കുറേ ആൾക്കാർ രാഷ്ട്രീയക്കാരാണ്. ഈ രാഷ്ട്രീയക്കാരായിട്ട് ധാരാളം അടുപ്പാണ്. ഇപ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവ് സതീശൻ വലിയ അടുപ്പാണ്. എന്നാൽ നേരിട്ട് കണ്ടിട്ടല്ല, ഫോണിൽ കൂടി ഓക്കെ. അതെ, വെറുതെ ഒരു പരവശമുണ്ടായി. വിഷമം ഉണ്ടാക്കി കലാമണ്ഡലം ഗോപിയാശാൻ പൊതു സ്വത്താണ് നാടിന്റെ. സത്യത്തില് എല്ലാവർക്കും സ്വീകാര്യനായ, എല്ലാവരും വരേണ്ട ഒരാളാണ്. വെറുതെ അനാവശ്യമായി വലിച്ചിഴക്കപ്പെട്ടു എന്നതാണ്. അതാണ് വലിയ സങ്കടം. അതായത് അത് മാത്രമല്ല, വേറെ ഒരു കാര്യം എന്താ വെച്ചാൽ, എനിക്കിപ്പോൾ ഈ പത്മഭൂഷൺ കിട്ടിയെന്ന് വിചാരിച്ചാൽ അത് കിട്ടിയൊരു സന്തോഷത്തിൽ ഇപ്പോൾ നാളെ ഒരു വേഷം കെട്ടാൻ എനിക്ക് പറ്റില്ല. എൻ്റെ കാലിന് വയ്യാത്ത കാരണം വെറുതെ വീട്ടിൽ ഇരിപ്പാണേ. അത് അല്ല, ഏൽപ്പിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ കഴിവിനെ അനുസരിച്ച് അദ്ദേഹം എന്നെ നേരിട്ട് വിളിച്ച് ചോദിക്കാമായിരുന്നു. അതായത് ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞു എന്നുള്ളത് കേട്ടു. അത് അങ്ങനെ കേട്ടത് ശരിയാണെങ്കിൽ എനിക്ക് ഇനി എന്താ ഞാൻ വരാൻ പാടുള്ളൂ. അതല്ലാണ്ട് ഇത് പൊതുവെ പറയല്ല വേണ്ടത്. ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ ഒരു മുണ്ട് പുതപ്പിച്ച് കഴിഞ്ഞാൽ അത് വേണ്ടാന്ന് പറഞ്ഞാൽ ഞാനത് ഗുരുവായൂരപ്പൻ്റെ നടക്കി തള്ളും എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസിനനുസരിച്ച് തന്നായില്ലേ. അത് എൻ്റെ മനോഭാവം കൂടി അറിഞ്ഞിട്ട് മതിയായിരുന്നു. അതിന് മുന്നും ബന്ധപ്പെട്ടാൽ മതി. ബന്ധപ്പെടാൻ ഇങ്ങനെ ആൾക്കാർ പറയണു എന്താണ് അങ്ങയുടെ മനസ്സിൻ്റെ അഭിപ്രായം എന്നൊന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യം കഴിഞ്ഞു. അതായത് പിന്നെ ഈ സംശയത്തിനിടയില്ല. ഇങ്ങനെ പിന്നെ ഏടാകൂടങ്ങൾ പറഞ്ഞുണ്ടാക്കാനും. സത്യത്തില് ഈ അടുത്ത ഒരു കാലത്തും അശാൻ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ചെന്ന് പെട്ടിട്ടില്ല. അനാവശ്യ ഒരു കാര്യത്തിലും വലിച്ചഴിക്കപ്പെട്ടിട്ടില്ല. ഇല്ല, വലിച്ചഴിക്കപ്പെട്ടില്ല. ഒരു വലിയൊരു കഷ്ടമായി പോയി. ശരിയാണ്, വളരെ കഷ്ടമായി പോയി. അതായത് മനസ്സാ വാചാ കർമ്മണ നമ്മൾ ഒന്നും തെറ്റിദ്ധരിപ്പിക്കത്തക്ക വണ്ണം ഒന്നും പെരുമാറാത്ത ഒരാളാണ്, പെരുമാറിയിട്ടുമില്ല. എങ്കിലും വേറൊരു കാര്യമുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഓരോന്ന് കേൾക്കുമ്പോൾ ആർക്കായാലും മാനസികമായിട്ട് വിഷമം ഉണ്ടാവുമല്ലോ. ആ മാനസികമായിട്ട് വിഷമം ഉണ്ടായിരുന്നു മാത്രമേ ഉള്ളൂ. അതുതന്നെയാണ് ആ മാനസിക വിഷമമാണ് എൻ്റെ മകനും ഈ വാക്ക് കേട്ടപ്പോഴാണ് വിഷമം ഉണ്ടായത്. അതായത് ഇങ്ങനെ പത്മഭൂഷൺ കിട്ടാൻ വേണ്ടിയിട്ട് എന്നുള്ള വാക്ക്. അതിപ്പോൾ സുരേഷ് ഗോപി ഇതിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിന് മുമ്പേ ഞങ്ങൾ ഇവിടെ ഈ ഒരു കോളേജിൽ കോളേജിൻ്റെ പേര് പറഞ്ഞു പോകുമോ? അല്ല, വടക്കാഞ്ചേരി അല്ല, ഇവിടെ അടുത്ത് തന്നെ നമ്മുടെ പാർമേക്കാവിൻ്റെ കോളേജിൽ രണ്ടുപേരും ഒരു ഫംഗ്ഷന് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് പോരുമ്പോൾ രണ്ടാളും ഒന്നിച്ച് പോരുമ്പോൾ ഞാൻ അന്ന് ഈ സ്നേഹത്തിൻ്റെ പേരിൽ ഞാൻ ചോദിച്ചു, അങ്ങ് ഏതായാലും എനിക്ക് വേണ്ടിയിട്ടൊരു ഉപകാരം ചെയ്യുമോ, പത്മ അവാർഡ് വാങ്ങിച്ചു തരാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിക്കുമോ എന്ന് ചോദിച്ചു. അത് ചോദിച്ചത് ശരിയാ, ഞാൻ നേരിട്ട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയുകയും ചെയ്തു, ഞാൻ വിചാരിച്ചിട്ട് കാര്യമില്ല,
അതിന് മറ്റ് പലരൊക്കെയാണ് അതിൻ്റെ ആൾക്കാർ. എന്നോട് പറഞ്ഞിട്ടും കാര്യമില്ല, ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടും കാര്യമില്ല, നടക്കില്ല എന്ന് അന്യോന്യം പറഞ്ഞു കഴിഞ്ഞതാണ്. പിന്നെ ഞാൻ അദ്ദേഹത്തിനോട് ഇതിനെ സംബന്ധിച്ച് സംസാരിച്ചിട്ടേ ഇല്ല. പിന്നെ അദ്ദേഹം എന്നോട് ചോദിച്ചിട്ടുമില്ല അങ്ങനെ ഇതിനെ ഇനി ശ്രമിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുമില്ല കേട്ടോ. ആ വകയൊന്നും അദ്ദേഹം ചോദിച്ചില്ല. പക്ഷേ ഇത് കേട്ട അവസ്ഥയ്ക്ക് അദ്ദേഹം അത് ആരും ഉപദേശിച്ചു കൊടുത്താലും അദ്ദേഹത്തിന് എന്നെ ഒന്ന് വിളിച്ച് ചോദിക്കാമായിരുന്നു. തീർച്ചയായിട്ടും ആ ആ വിഷമം മനസ്സിൽ നല്ലോണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് ഇതിൽ സത്യത്തിൽ വന്നത്. വന്ന അതെ 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 ഈ സംഭാഷണം പത്മ കിട്ടുന്നതിന് മുമ്പുള്ള കാലത്താണ് പറയുന്നത്. അതെ കിട്ടുന്നതിന് മുമ്പ്. അപ്പൊ ഏതായാലും പ്രശ്നത്തോട് തീരും. അല്ല, പ്രശ്നം തീരണം. അതെ. അതായത് നമ്മൾ ഈ പ്രശ്നം കൊണ്ട് നടക്കുന്നത് അന്യോന്യം നന്നല്ല. ഞാൻ രാഷ്ട്രീയക്കാരനല്ല, അദ്ദേഹം കലാകാരനാണ്, രാഷ്ട്രീയക്കാരനുമാണ്. പക്ഷേ കലാകാരൻ എന്നുള്ള നിലയ്ക്ക് ഞാനും കലാകാരനാണല്ലോ. രണ്ട് കലാകാരന്മാർക്കും ഭൂഷണമല്ല ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിനുവേണ്ടി സംസാരം ഉണ്ടാക്കി തീർക്കുന്നത്, ആ തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം. അവരോട് തൽക്കാലം ഉണ്ടാതിരിക്കാതെ പറയേണ്ട ആവശ്യമുള്ളൂ എന്നാണ് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു വാക്ക്, ഒരു പക്ഷം. തൃശ്ശൂർ ഭയങ്കര മത്സരമാണല്ലോ, അത് ഏതെങ്കിലും ആളുകളിൽ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം അല്ല. അതിന് എന്നോട് ചൂഷണം ചെയ്യണത് 2-3 കാര്യമുള്ളത്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങിയിട്ടില്ല, എനിക്കറിയൂല രാഷ്ട്രീയം. മറ്റൊന്ന്, എൻ്റെ ആലത്തൂരാ പറയില്ലേ ഞാൻ, അത് വോട്ട് ഞാൻ ആലത്തൂരല്ലേ കൊടുക്കുള്ളൂ. തൃശ്ശൂർ ചെന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയില്ലേ. ഒഴിവാക്കണം. തന്നെ സുരേഷ് ഗോപി ആശാനെ കാണാൻ എത്തും. തീർച്ചയായിട്ടും ഞങ്ങൾ സ്വീകരിക്കും, എത്തിയാൽ സ്വീകരിക്കും, യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി പറഞ്ഞത്, അതായത് എന്തെങ്കിലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയില്ലെങ്കിൽ ഇങ്ങോട്ട് വരും എന്നുള്ളതാണ്. കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയാലും അദ്ദേഹത്തിന് വരാം. അതായത് ഞാനിവിടെ ഉള്ളപ്പോൾ എൻ്റെ വീട്ടുകാരൊക്കെയും അതിന് അനുകൂലമാണ്, അദ്ദേഹം പറഞ്ഞതിന് അനുകൂലമാണ്. മാത്രമല്ല ഞാൻ അങ്ങേറ്റവും അനുകൂലമാണ്. അപ്പോൾ നിലയ്ക്ക് അദ്ദേഹത്തിന് ഒരു തടസ്സവും ഉണ്ടാവില്ല. മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് അദ്ദേഹം പിന്തിരിഞ്ഞു പോകും, അതിരുന്നാൽ മതി, അത്രേ പറയാനുള്ളൂ. ഇല്ല, അദ്ദേഹം ഇന്നലെ തന്നെ വളരെ കൃത്യമായി പറഞ്ഞു, ആശാന്റെ മുന്നിലേക്ക് വെക്കാൻ മുണ്ടും നേരിയതുണ്ട്, അത് അവിടെ വെക്കാൻ പറ്റില്ല, ഗുരുവായൂരപ്പന്റെ അല്ല, ആ വാക്കാ തകരാറെന്നേ. അതെ അതെ അതെ. അതായത് അദ്ദേഹത്തിന് എനിക്ക് മുണ്ടും വരുന്നില്ല, അദ്ദേഹം ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടൊന്ന് കെട്ടിപ്പിടിച്ചാൽ തന്നെ കാര്യം കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ കൂടത്തിൽ നടക്കുന്നവരായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് ഇപ്പോൾ വേറൊരു സ്നേഹം സമ്പാദിക്കാൻ വേണ്ടി ചിലത് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാലെങ്കിലും കുറച്ച് സ്നേഹം കൂടുതൽ കിട്ടുമല്ലോ വെച്ചിട്ടേ. സുരേഷ് ഗോപിയുടെ സ്നേഹം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ആൾക്കാരായിരിക്കും. ആരാ പറയണമെന്ന് വെച്ചാൽ എനിക്കറിയില്ലല്ലോ. ഇപ്പോൾ ഈ വാക്ക് പറഞ്ഞു, ഇതിപ്പോൾ വാക്ക് പറയാൻ കാരണം എന്തേ അദ്ദേഹത്തിനുണ്ടായത്? ആരോ പറഞ്ഞു ഉറപ്പിച്ചതല്ലേ, അവിടെ ചെന്നാൽ സ്വീകരിക്കില്ല, പോണ്ടാട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കണം എന്നല്ലേ വിചാരിക്കേണ്ടത്. എൻ്റെ വാക്കിന്ന്, എൻ്റെ നാവുമെന്ന് അങ്ങനെ ഒരു വാക്ക് വന്നിട്ടില്ല. ഏത് വരണ്ടാന്നോ വന്നാൽ ഞാൻ സ്വീകരിക്കില്ലാന്നോ ഇങ്ങനൊരു വാക്കേ വന്നിട്ടില്ല. അതിന് ഞാനിപ്പോൾ ഇത്ര നേരം പറഞ്ഞത് അല്ല, ഡോക്ടർക്ക് എന്തെങ്കിലും ബന്ധം എന്നൊക്കെ അറിയില്ല. ഡോക്ടറോട് ഞാൻ ചോദിച്ചതുമില്ല, അതായത് എന്താ ബന്ധമുള്ളത്. അതിപ്പോൾ വേറൊരു കാര്യമുണ്ട്. പാർട്ടിക്കാരാകുമ്പോൾ, രാഷ്ട്രീയം ചിലപ്പോൾ BJPക്കാരാകുമ്പോൾ എന്തുണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, BJP എന്നല്ല, രാഷ്ട്രീയക്കാരാകുമ്പോൾ അവരുടേതായിട്ടുള്ള ഒരു ആൾക്കാരുണ്ടല്ലോ, അവർ പലതും അതിന് വേണ്ടി സംസാരിക്കുന്നുണ്ടാവും, ചോദിക്കുന്നുണ്ടാവും. അങ്ങനെ ചോദിച്ചതായിരിക്കാം എന്ന് നല്ലത് വിചാരിക്കുക, അത്രയല്ലേ പറയാനുള്ളൂ. സന്തോഷത്തോടെ സ്വീകരിക്കണം. ഏത് അയ്യോ, അതിനിപ്പോൾ സന്തോഷത്തോടു കൂടി അല്ലാണ്ട് അത് മനപ്രയാസത്തോടു കൂടി സ്വീകരിക്കില്ലല്ലോ ആരും. അതിപ്പോൾ ഞാൻ അതുവരെ പറഞ്ഞിട്ടുമില്ലല്ലോ. സന്തോഷത്തോടു കൂടി തന്നെ സ്വീകരിക്കുള്ളൂ. അദ്ദേഹത്തിൻ്റെ മാനസിക വിഷമം എന്താണ് എന്നുള്ളത് അദ്ദേഹത്തിനെ ഉപദേശിച്ചു കൊടുത്തുള്ള ആൾക്കാരോട് ചോദിച്ചിട്ട് തിരുത്തുകയാണ് വേണ്ടതെന്ന് മാത്രം. പിന്നെ ഈ കാര്യം പറഞ്ഞത് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞത്, അതായത് വീഡിയോ കൊടുക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താ വെച്ചാൽ, അത് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം വീഡിയോ കൊടുക്കാം. ഇലക്ഷന് തൃശ്ശൂർ അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ ആദ്യം ഞാൻ കൊടുത്തിട്ട് ഫലമില്ല. ഞാൻ ഈ ആലത്തൂർ മണ്ഡലത്തിൽപ്പെട്ടുള്ള ആളാവുക കാരണം അതിന് മറ്റേത് കൊടുക്കണതിലൊരു ഫലമില്ല. സ്നേഹബന്ധം പുലർത്താൻ വേണ്ടി രാഷ്ട്രീയ കളിയല്ലല്ലോ കളിക്കേണ്ടത്.
രാഷ്ട്രീയക്കാർ തമ്മിലാവാം, എന്നല്ലാണ്ട് ഞാൻ രാഷ്ട്രീയത്തിൽ പെട്ടതുമല്ല. അപ്പോൾ ആ നിലയ്ക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമേ ചോദിച്ചു. കൊടുക്കുകയോ ചോദിച്ചു, കൊടുക്കില്ല എന്ന് പറയാൻ ഉദ്ദേശിച്ചതാണ്. ആരും ചോദിച്ചാൽ നമ്മളാ ഈ കെ രാധാകൃഷ്ണന്റെ വീഡിയോയില് രാഷ്ട്രീയം തന്നെയാണോ നമ്മൾ പ്രകടിപ്പിച്ചത്? രാധാകൃഷ്ണൻ്റെ നമ്മുടെ ഒരു രാഷ്ട്രീയം തന്നെ അല്ല, അത് ഞാൻ എൻ്റെ മണ്ഡലം എന്നുള്ള നിലയ്ക്ക് ഞാൻ വോട്ട് ചെയ്തത് കെ രാധാകൃഷ്ണനാണ്, അത് സംശയമില്ല. അതായത് രാധാകൃഷ്ണൻ രണ്ട് കാര്യമാണ്. കുറേ കാലമായിട്ട് ഞങ്ങൾ തമ്മിൽ ബന്ധം വെച്ചാൽ സ്നേഹബന്ധം അങ്ങേറ്റുള്ളവരാണ്. കലാമണ്ഡലമായിട്ട് വലിയ ബന്ധമുള്ള ആളാണ് രാധാകൃഷ്ണൻ. ഈ നിലയ്ക്ക് കൂട്ട് ഞാൻ അദ്ദേഹത്തിനെ രാഷ്ട്രീയക്കാരനിൽ കൂടുതൽ കാണുന്നത് അദ്ദേഹത്തിൻ്റെ മാനസിക പെരുമാറ്റത്തിൻ്റെ സുഖം, സന്തോഷം. അതായത് അദ്ദേഹത്തിന് രാഷ്ട്രീയക്കാരെ എല്ലാവരും ഇഷ്ടമാണ്, അല്ലേ? അങ്ങനെയല്ലേ നമുക്ക് തോന്നിയിട്ടുള്ളത്? അദ്ദേഹം രാഷ്ട്രീയം CPM ആണ് ആയിക്കോട്ടെ. പക്ഷേ ഇതാണ് കാര്യം, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം കൊണ്ടും അദ്ദേഹത്തിൻ്റെ സ്നേഹം കൊണ്ടും. ആ സ്നേഹത്തിൻ്റെ നിലവാരം ആലോചിച്ച് നോക്കുമ്പോൾ ആലത്തൂർ മണ്ഡലത്തിൽ ഈ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ ഞാൻ CPM ആണ്. അപ്പോൾ അതിച്ചാൽ CPM വെച്ചാൽ ഇടതുപക്ഷമാണ്. അപ്പോൾ എന്തുണ്ട് ചോദിച്ചെങ്കിൽ അദ്ദേഹം നിൽക്കുമ്പോൾ അദ്ദേഹത്തിനെ ഞാൻ വോട്ട് കൊടുക്കൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒന്ന് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊടുത്തു. അത്ര തന്നെ ഉള്ളൂ. കേരളത്തിലുടനീളമുള്ള എല്ലാ മണ്ഡലത്തിലും ഇടതുപക്ഷം ജയിക്കണമെന്നാണോ ആഗ്രഹം? അങ്ങനെയില്ല, അല്ല അങ്ങനെയൊന്നുമില്ല. ജയിക്കണം എന്നുള്ള ആഗ്രഹം വെച്ചാൽ എനിക്ക് അതിനോട് പാർട്ടിയോട് എനിക്ക് വിരോധമില്ല, ഇടതുപക്ഷത്തിനോട് വിരോധമില്ല. അല്ല, ഇടതുപക്ഷത്തെ കുറച്ച് ചായ്പുണ്ട്, അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ. എന്ന് വെച്ച് മറ്റുള്ളവരെല്ലാവരും തോൽക്കണമെന്നൊന്നും ആഗ്രഹം എനിക്ക് കിട്ടില്ല. ഇടതുപക്ഷം ജയിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. അല്ല, അത് ഇല്ല എന്നില്ല, ആഗ്രഹമുണ്ട്. അതായത് അതിനൊരു കാര്യമുണ്ട്. ഈ സുനിൽകുമാർ എൻ്റെ വലിയ സുഹൃത്താണ്. സുനിൽകുമാർ വലിയ സുഹൃത്താണ്. അപ്പോൾ ആ നിലയ്ക്ക് സുനിൽകുമാർ നിൽക്കുമ്പോൾ സുനിൽകുമാർ ജയിക്കണം എന്നൊരാഗ്രഹം മനസ്സിലുണ്ട്. സുരേഷ് ഗോപി ജയിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എങ്ങനെ ഉണ്ടാകുക എന്ന് ചോദിച്ചാൽ എനിക്ക് മുഴുവൻ പറയുമല്ലോ. അല്ല, ഇതിപ്പോൾ ജയിക്കണം എന്ന് ആഗ്രഹം, സുരേഷ് ഗോപി ജയിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതേപോലെ തന്നെ പിന്നെ ആരാ കോൺഗ്രസ് മുരളീധരൻ അതിൽ നിൽക്കണം, തൃശ്ശൂർ UDF-ൻ്റെ അദ്ദേഹം ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ജയിക്കേണ്ടതാണ്. ഇതിനകത്ത് സംഭവിച്ചത് ഇതൊരു രാഷ്ട്രീയമായ ഒരു തീരുമാനമാണോ എന്നുള്ളൊരു പ്രചരണം വ്യാപകമായിട്ട് വന്നു. അത് എങ്ങനെയാണ് എന്റെ ചോദ്യം, അതാണ്. അതെങ്ങനെ അതങ്ങനെ വരാനൊരു കാരണം വേണ്ടേ? രാഷ്ട്രീയമായിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ തൊട്ടുകൂടാത്തവനാണ് ഞാൻ. രാഷ്ട്രീയമായിട്ട് ഒരു ബന്ധവും എനിക്കില്ല. ഞാൻ വ്യക്തികളെ മാത്രം ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞില്ലേ. പിന്നെ കുറച്ചൊരു ചായ്പുള്ളത് ഇടതുപക്ഷത്തിനോടാണ്. അതെ, അത് പണ്ടുള്ളതാണ്, എപ്പോഴും അത് തന്നെയാണ്. അതിനൊക്കെ കാരണക്കാർ രാഷ്ട്രീയക്കാരനെയാണ്. ഇനി അവരൊക്കെ ഈ അടുപ്പക്കാരനും കൊണ്ട് ആയിരിക്കും ആയി മാറിയതാ. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറഞ്ഞ് കണ്ടിട്ടില്ലേ? അല്ല, അതേ ശൈലി വരാൻ കാരണം ഇതാണ് അർത്ഥം. അതായത് ഈ കുറച്ച് ഈ സ്നേഹബന്ധം കൂടുക കാരണം കൊണ്ട് ഓരോന്നിലേക്ക് ചായണമെന്ന് അർത്ഥമുള്ളൂ. അല്ലാണ്ട് ഇതിൻ്റെ ഏതെങ്കിലും ഇടതുപക്ഷത്തിൻ്റെ CPM-ൻ്റെ ആട്ടെ, കോൺഗ്രസിൻ്റെ ആട്ടെ, മറ്റേ BJP-യുടെ ആട്ടെ, ഇതിൻ്റെ ഇടതുപക്ഷത്തിൽ തന്നെ നമ്മുടെ കോൺഗ്രസ് അല്ല CPI ഉണ്ടല്ലോ ആട്ടെ, ഇതിലൊന്നും എനിക്ക് യാതൊന്നും അറിയുന്നില്ല. ഞാൻ ഇതിനെ സംബന്ധിച്ച് പലതും സംസാരിക്കാമെന്ന് വിചാരിച്ചാൽ അറിയുന്നില്ല. അതിലൊക്കെ ആൾക്കാരായിട്ട് നല്ല അടുപ്പാണ്, ബന്ധമുണ്ട്. ഇതൊക്കെ തന്നെയുള്ളൂ. എന്തായാലും അവസാനിക്കട്ടെ. നന്നായിട്ടല്ലേ? നന്നായി നല്ല ഒരു തവണ കൂടി ആശാനെ അധികം വൈകാതെ വരേണ്ടി വരും. കാരണം സുരേഷ് ഗോപി എന്തായാലും വരുമല്ലോ ഇവിടേക്ക്. അപ്പൊ നിങ്ങളും കൂടെ ഉണ്ടാവും. അതെ അതെ. അപ്പൊ ഇതിനേക്കാളും കുസിതീർത്തിട്ട് നല്ലോണം ചോദിച്ചു. അങ്ങനെ പറയുന്നില്ല. എന്തായാലും നല്ല രീതിയിൽ തീരട്ടെല്ലാം. എല്ലാം നന്നായിട്ട് തീരട്ടെ, അതാണ് ഏറ്റവും വേണ്ട കാര്യം. ഓക്കെ, താങ്ക് യു.